40,000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ മറ്റൊരു മനുഷ്യവർഗം ജീവിച്ചിരുന്നു. ഇന്ന് അവരുടെ ശബ്ദമില്ല, അവരുടെ ഭാഷയില്ല. പക്ഷെ ഒരു കാലത്ത് അവർ നമ്മളെപ്പോലെ ഈ ഭൂമിയിലൂടെ നടന്നിരുന്നു. അവരാണ് നിയാണ്ടർതാലുകൾ. ഏകദേശം 4 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിലും പടിഞ്ഞാറൻ ഏഷ്യയിലുമാണ് അവർ പ്രത്യക്ഷപ്പെട്ടത്. ശക്തമായ ശരീരവും വലിയ തലച്ചോറുമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പിന്നീട് ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ മറ്റൊരു മനുഷ്യവർഗം ഉദിച്ചു, ഹോമോസാപ്പിയൻസ്, അതായത് നമ്മൾ. ഏകദേശം 60,000 വർഷങ്ങൾക്ക് മുൻപ് ഹോമോസാപ്പിയൻസ് ആഫ്രിക്ക വിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ രണ്ട് മനുഷ്യവർഗങ്ങളും പരസ്പരം കണ്ടുമുട്ടിയത്. നിയാണ്ടർതാലുകൾ വെറും ഗുഹാമനുഷ്യരായിരുന്നില്ല. അവർ തീ ഉപയോഗിച്ചിരുന്നു, സങ്കീർണമായ കല്ലുപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു, വലിയ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, പരിക്കേറ്റവരെ പരിചരിച്ചതായും മരിച്ചവരെ സംസ്കരിച്ചതുമായി തെളിവുകളുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഏകദേശം 40,000 വർഷങ്ങൾക്ക് മുൻപ് അവർ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായത്? കാലാവസ്ഥാ മാറ്റങ്ങളാണോ കാരണം? ഹോമോസാപ്പിയൻസുമായുള്ള മത്സരമോ, അതോ മറ്റെന്തെങ്കിലുമോ? ഇന്നും സയന്റിസ്റ്റുകൾക്ക് കൃത്യമായ ഒരു ഉത്തരമില്ല. പക്ഷേ DNA പഠനങ്ങളും ഒരു വിചിത്രമായ കാര്യം കണ്ടെത്തി. നിയാണ്ടർതാലുകൾ പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല. ഇന്ന് യൂറോപ്പിലെയും ഏഷ്യയിലെയും കോടിക്കണക്കിന് ആളുകളുടെ DNAയിൽ അവരുടെ അംശങ്ങൾ ഇപ്പോഴുമുണ്ട്. അതായത് ഇവർ അപ്രത്യക്ഷമായതാണോ, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ലയിച്ചു പോയതാണോ? 40,000 വർഷങ്ങൾക്ക് ശേഷവും ആ ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരമില്ല. അതുകൊണ്ട് തന്നെ നിയാണ്ടർതാലുകളുടെ തിരോധാനം ഇന്നും മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹതകളിൽ ഒന്നാണ്.